ഹേ ഗായ്സ്, എല്ലാവർക്കും പട്ടാരി ഗെയിമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ ഗെയിം പ്ലേ 1 വീക്ക് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയൊരു കണ്ടന്റ് ആണ്, എന്നാലും നമുക്കത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യുക വിത്തിൻ 1 വീക്ക്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് വെറും 4 കാര്യങ്ങളാണ്. ഒരു 40 FPS ഡിവൈസ്, റിയൽമി ആയാലും ഏതായാലും ഒരു 40 FPS ഡിവൈസ്, അല്ലെങ്കിൽ മുകളിലോട്ട് ആയിപ്പോട്ടെ നല്ലതാണ്, അത് വേണം 40 FPS ഡിവൈസ് മെയിനായിട്ട്. അതിനുശേഷം നല്ലൊരു കൺട്രോൾ സെറ്റിങ്സ് വേണം, ക്ലൗഡ് സെറ്റിങ്സ് വേണം. അതിനുശേഷം നല്ലൊരു സെൻസിറ്റിവിറ്റി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. നമുക്ക് ഈ 3 കാര്യങ്ങളും പക്കയായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ 4th സാധനം, അതായത് കോൺഫിഡൻസ്, നമുക്ക് എന്തായാലും വരും. കോൺഫിഡൻസിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ആമോയുടെ ഷോർട്ടേജ് ആയാലും ഇപ്പം മെഡിൻ്റെ ഷോർട്ടേജ് ആയാലും ഔട്ട് ഓഫ് സോൺ നിൽക്കുകയാണെങ്കിലും നമുക്ക് എനിമീനെ കയറി അടിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുമെന്നുള്ള കോൺഫിഡൻസ് വേണമെങ്കിൽ നമ്മൾ സെൻസിറ്റിവിറ്റി കൺട്രോൾസ് എല്ലാം പക്കയായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിവൈസ്. അതിനുശേഷം വലിയ ഡിവൈസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 20K സംതിങ് ഉള്ള ഒരു ഡിവൈസ് വാങ്ങിക്കുക. അതിലൊരു എന്തായാലും 40 FPS എന്തായാലും കാണും, അത് വേണം. അതിനുശേഷം നല്ലൊരു കൺട്രോള്, ബേസിക്കായിട്ട് നല്ലൊരു കൺട്രോൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി നമുക്കിപ്പം കറൻ്റ് ഉള്ള സെറ്റിങ്സ് വെച്ചിട്ട്, നമ്മൾ കൺട്രോൾ വെച്ചിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾസിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ ജോയിസ്റ്റിക്ക് മാത്രം, ജോയിസ്റ്റിക്ക് ടച്ച് ചെയ്ത് നമുക്ക് ഫയർ ചെയ്യാൻ, ജോയിസ്റ്റിക്കിൻ്റെ ആ സൈഡിൽ ജോയിസ്റ്റിക്ക് മാത്രം ടച്ച് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന ആ നമുക്ക് കൺട്രോളിൻ്റെ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ ഒരു ഫയറിങ്ങിൻ്റേത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ടോപ്പിൽ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറക്റ്റ് ആണോ, നമ്മൾ ഫയർ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ആണോ, ജോയിസ്റ്റിക്ക് കറക്റ്റ് പൊസിഷനിലാണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഓരോ കൺട്രോളായിട്ട് മാറ്റി നമുക്ക് ആപ്റ്റ് ആവും, നമ്മുടെ ഫിംഗേഴ്സ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അല്ലാതെ ഓരോ മൂല കൊണ്ടുപോയി ഓരോ യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഷൂട്ട് ആവുന്നത് ആ രീതിയിൽ നമ്മുടെ ഫിംഗേഴ്സ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എത്തുന്ന രീതിയിലുള്ള റിഫ്ലക്സ് ആയി പെട്ടെന്ന് പോകുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മൾ കൺട്രോളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക. ഇതിന് ശേഷം ഒരാഴ്ച മാക്സിമം നമ്മളെ കൺട്രോൾസ് എല്ലാം നല്ല രീതിയിൽ ഇത് ചെയ്ത് വെക്കണം. മീൻസ് ട്രാൻസ്പെറൻ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഇത് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കാതെ കുറച്ചും കൂടി നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഓരോ സെറ്റിങ്സിൻ്റെയും ബട്ടൺസ് നമ്മൾ നല്ല രീതിയിൽ വെക്കുക. അപ്പോൾ നമ്മൾ കൺട്രോളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിലെ ഡമ്മീസ് ആയിട്ട് നമ്മൾ ക്രോസ് ഹെയർ അവരെ ഹെഡായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. കണക്ട് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി രീതിയിൽ ഫയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ ബെറ്റർ ആക്കണം, നമ്മളെ സെറ്റിങ്സ് കുറച്ചും കൂടെ ഈ സ്കോപ്പ് ബട്ടൺ ആയാലും ഫയർ ബട്ടൺ ആയാലും എല്ലാം ഒന്ന് മാറ്റണമെന്ന് തോന്നും. അങ്ങനെ മാറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കുമ്പോൾ നമ്മുടെ ഗെയിമിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെൻസിറ്റിവിറ്റി. ഇത് 40 FPS ഡിവൈസിനും ഷൂട്ടാവും. 40 FPSന് മുകളിലുള്ള 60 ആയാലും 90 ആയാലും ഇത് ഷൂട്ടാവുന്നതാണ്. പിന്നെ നിങ്ങൾ ചെറിയൊരു ഡിഫറൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റെഡ് ഡോട്ടിനായാലും 3x ആയാലും ഏതെങ്കിലും ആണെങ്കിലും ജസ്റ്റ് ഒന്നോ രണ്ടോ കുറച്ചാൽ മാത്രം മതി. പക്കയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 100% ഷുവറാണ്. കാരണം ഞാൻ ഇത് എൻ്റെ ഫസ്റ്റ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ റിയൽമി 6i ആണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഈ സെൻസിറ്റിവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ iPhone 14 എടുത്തതിന് ശേഷം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ട്രൈ ആക്കി നോക്കുക, ഇറ്റ് വിൽ ഫീൽ ബെറ്റർ.